വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. അപർണോത്സവം 2025 ഈ പരിപാടിയുടെ ആദ്യ എഡിഷനാണ്. ഇനി അപർണോത്സവം എന്ന പേരിലായിരിക്കും ഇവിടെ നടക്കുന്ന ഈ സാംസ്കാരിക പരിപാടികൾ എല്ലാ വർഷവും നടക്കാൻ പോകുന്നത് എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞത്. അപർണ എന്നാൽ പാർവതി എന്നാണ് അർത്ഥം. പാർവതിയുടെ ഉത്സവമാണ് അപർണോത്സവം. ഈ ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിൽ വർഷങ്ങളായി പുനരുദ്ധാരണത്തിന് വെമ്പി കഴിയുകയായിരുന്നു. അങ്ങനെ കഴിയുന്ന കാലത്താണ് യാദൃശ്ചികമായി ഈ സങ്കേതത്തിൽ വരാനുള്ള ഒരു സൗഭാഗ്യം എനിക്കും ഉണ്ടായി. അന്ന് ഇവിടുത്തെ മൂർത്തി ബാലാലയത്തിൽ പ്രതിഷ്ഠ കൊള്ളുകയാണ്. ഈ വിഗ്രഹങ്ങളും ക്ഷേത്രവും വാസ്തുശില്പങ്ങളുമൊക്കെയായി ഒരു മാനസികമായ കൗതുകമുള്ളതുകൊണ്ട് ആ വിഗ്രഹത്തെ പരമാവധി അടുത്ത് കാണാനും പരിശോധിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ വളരെ പ്രാചീനമായ ഒരു വിഗ്രഹമാണ് ഇത് എന്ന് മനസ്സിലായി. ആ പ്രാചീനമായ വിഗ്രഹം 2-3 കഷണങ്ങളായി സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ഞാനത് കാണുന്നത്. ഇതിൻ്റെ സംഘാടകരത് ഒട്ടിച്ച് ചേർത്ത് വെച്ച് ബാലാലയത്തിൽ പൂജ നടത്തുന്ന കാലത്താണ് ഞാൻ വരുന്നത്. ആ വിഗ്രഹത്തിൻ്റെ പ്രാചീനതയും പ്രൗഢിയുമൊക്കെ ഇന്ന് പലപ്പോഴും നമ്മൾ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പല വിഗ്രഹങ്ങളും ആ പ്രൗഢി ഇല്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കാരണം ഇന്നുണ്ടാക്കുന്ന പല വിഗ്രഹങ്ങളും മെഷീൻ വർക്കാണ്. ഇന്ന് നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നാട്ടിലെല്ലാം ക്ഷേത്രം പണിയാണ്. ക്ഷേത്രം പണിയാനുള്ള കരിങ്കല്ല് പോലും കിട്ടാത്ത കാലമാണ്. ഇവിടെ ഈ ഗ്രാമത്തിലുള്ളവർക്കറിയാം, എത്രയോ വർഷമായി മണ്ണടിഞ്ഞ് കിടന്നതാണ് ഈ ക്ഷേത്രം. ഇതൊരു ക്ഷേത്രത്തിൻ്റെ കഥയല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർന്നടിഞ്ഞു കിടന്നിരുന്ന ക്ഷേത്രങ്ങളെല്ലാം ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കോഴിക്കോട് നഗരത്തിൽ ഞാനൊരു 12 വർഷമായി കോഴിക്കോടാണ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബൈപ്പാസ് വന്നതിന് ശേഷം ഈ ബൈപ്പാസിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ബൈപ്പാസിനോട് ചേർന്നുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വലിയ നിർമ്മിതി നടക്കുന്നത് കാണാം. അതെന്താണ് എന്നറിയാനുള്ള കൗതുകം കൊണ്ട് ഞാനൊരിക്കൽ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ തകർന്നു പോയി ഏതാനും കല്ലുകൾ മാത്രം ശേഷിച്ചിരുന്ന ഒരു ക്ഷേത്രം അവിടെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ അവിടെയാണ്. 8 അടി ഉയരമുള്ള വിഗ്രഹം ഈ കഴിഞ്ഞ ദിവസമാണ് പ്രതിഷ്ഠിച്ചത്. വളരെ യാദൃശ്ചികമായി അതിലും പങ്കെടുക്കാനും അതിൻ്റെയും പങ്കാളിയാകാനും സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വലിയ ഒരു ഉണർവ് നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രങ്ങളൊക്കെ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗ്രാമത്തിൽ പോലും എൻ്റെ കുട്ടിക്കാലത്ത് തകർന്നടിഞ്ഞ ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ശാഖയിൽ പോകുന്നത്. അന്ന് അന്തിത്തിരി വയ്ക്കാൻ പോലും നിർവാഹമില്ലാതെ ഹിന്ദുവിൻ്റെ മനസ്സിൽ വലിയ വിപ്ലവബോധം വന്നിട്ട് ഒരമ്പലം നശിച്ചാൽ അത്രയും പുരോഗതിയായി എന്നും
അമ്പലപ്പറമ്പിൽ കപ്പയിട്ടാൽ നമുക്ക് വിശപ്പ് മാറ്റാമെന്നുമൊക്കെ വലിയ വലിയ പ്രസംഗങ്ങളും പ്രഘോഷണങ്ങളും നടക്കുന്ന കാലമാണ്. കാവിനോട് ചേർന്നുള്ള പാലമരത്തിൽ ചേക്കേറുന്ന കിളികളെ വെടിവെച്ച് നാലമ്പലത്തിൽ വെച്ച് പാചകം ചെയ്ത് കഴിക്കുന്ന കാലമായിരുന്നു അത്. ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളിലെ, അമ്പലപ്പറമ്പുകളിലെ, സർപ്പക്കാവുകളിലെ ഒക്കെയുള്ള സർപ്പശിലകൾ ഇതര മതസ്ഥർ യാതൊരു പ്രതിരോധവുമില്ലാതെ എടുത്തുകൊണ്ടുപോയി തല്ലി ഉടച്ച് കിണറുകളിൽ കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. ഇന്ന് ആ സ്ഥാനത്ത് ആ നാശോന്മുഖമായി കിടന്നിരുന്ന ക്ഷേത്രങ്ങളെല്ലാം ഉയർത്തെഴുന്നേറ്റു. ഒരു നേരത്തെ അന്തിത്തിരി വെക്കാൻ നിർവാഹമില്ലാത്ത ആ ക്ഷേത്രങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഈ നവോത്ഥാന ശ്രമങ്ങൾ ആരംഭിച്ചത് 1942 ശേഷമാണ്. 1942 പ്രത്യേകത എന്താണ് എന്ന് ചിലർക്കൊക്കെ അറിയാം. അന്നാണ് കേരളത്തിൽ ഹിന്ദു നവോത്ഥാനത്തിൻ്റെ വെള്ളി വെളിച്ചവുമായി രാഷ്ട്രീയ സ്വയംസേവക സംഘം കടന്നു വന്നത്. ആ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആദ്യകാല പ്രചാരകന്മാരിൽ ഒരാളായിരുന്ന പി മാധവൻ, അദ്ദേഹമാണ് പിന്നീട് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മുഴുവൻ നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സംഘടനയുടെ ആശയും അടിത്തറയുമായി മാറിയ മഹാത്മാവ്. ഈ ക്ഷേത്രങ്ങൾ കേവലം കോൺക്രീറ്റും കല്ലും മണ്ണും മണലും ചേർന്ന ഒരു വാസ്തുമാതൃകയല്ല, അതിനപ്പുറത്ത് അതിലൊരു പ്രാണസഞ്ചാരമുണ്ട് എന്ന് പ്രബുദ്ധ നാട്യക്കാരനായ മലയാളിയെ പഠിപ്പിച്ചത് പി മാധവൻ എന്ന് പറയുന്ന മാധവജിയാണ്. തന്ത്രശാസ്ത്രം അസംബന്ധമാണ് എന്ന് പ്രഘോഷിച്ചിരുന്നവരോട് തന്ത്രശാസ്ത്രം എന്നത് ആധുനിക ഫിസിക്സിനോടും കെമിസ്ട്രിയോടും ജ്യോതിശാസ്ത്രത്തോടുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കശുദ്ധമായ ഒരു ശാസ്ത്രമാണെന്ന് മലയാളിയുടെ ബോധമണ്ഡലത്തിലേക്ക് ആദ്യമായി ഈ ആശയം പകർന്നു കൊടുത്തത് പി മാധവനാണ്. അവിടെ തുടങ്ങിയ പരിവർത്തനമാണ് ഇന്ന് നാം ഈ കാണുന്ന കേരളത്തിലെ മഹാക്ഷേത്രങ്ങളുടെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പ്. കരിങ്കല്ലിൽ ഇനി ക്ഷേത്രങ്ങൾ പണിയാൻ സാധിക്കുമോ എന്ന് 10-50 വർഷം മുന്നേ പലരും ചിന്തിച്ചിരുന്നു. നമ്മുടെ പൂർവികർ മനോഹരമായ ക്ഷേത്രങ്ങളൊക്കെ ചെയ്തു വച്ചിരുന്നു. അതൊക്കെ പലരും അടിച്ചുടച്ച് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഇന്ന് നാം കാണുന്നത് എന്താണ്? കരിങ്കല്ലിലും തേക്കിലും ഈട്ടിയിലുമൊക്കെ പണ്ടേ അതിനേക്കാളും ഗംഭീരമായി ക്ഷേത്രങ്ങൾ പണിയുകയാണ്. ഒരു ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി എത്ര രൂപ വേണേലും മുടക്കാൻ നമ്മൾ ഇന്ന് തയ്യാറാണ്. ഈ കഴിഞ്ഞ ദിവസം വളരെ രസകരമായൊരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണാം. ഇപ്പോൾ ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് എത്തുമ്പോൾ നമ്മളെല്ലാവരും ആ എയർപോർട്ടിലേക്കൊന്ന് നോക്കും. ട്രെയിനിൽ പോകുമ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരും ചെയ്യാത്തവരും എല്ലാം ഒരു കൗതുകം കൊണ്ട് അങ്ങനെ നോക്കും. അങ്ങനെ നോക്കിപ്പോകുമ്പോൾ അതേ സൈഡിൽ തന്നെ ഒരു പടുകൂറ്റൻ ക്ഷേത്രം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്, പുതിയ ക്ഷേത്രം. ഞാൻ മനസ്സിലാക്കുന്നത് 15 മൂർത്തികളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏക്കർ കണക്കിന് കോമ്പൗണ്ടുള്ള ഒരു ക്ഷേത്രമാണ്. അത് ഒരു വ്യവസായി അദ്ദേഹത്തിൻ്റെ ഗോഡൗൺ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. ഒരു ഹിന്ദു വ്യവസായി ഗോഡൗൺ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലമാണ്. ആ ഗോഡൗൺ ഉണ്ടാക്കാൻ വാങ്ങിയ സ്ഥലത്ത് ഒരു ചൈതന്യമുണ്ട്. അതുകൊണ്ട് അത് ഗോഡൗണാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് അത് നല്ലതല്ല എന്ന് ജ്യോതിഷികൾ, ദൈവജ്ഞന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരോടൊന്നും പിരിവെടുക്കാതെ കോടിക്കണക്കിന് രൂപ മുടക്കി അതൊരു ക്ഷേത്ര സമുച്ചയമാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ മുഴുവൻ ഇന്ന് ഈ ഹൈന്ദവ ആത്മീയ വിശ്വാസത്തിലേക്കുള്ള ഒരു മനംമാറ്റം എല്ലായിടത്തും കാണാൻ സാധിക്കും. എന്നാൽ ആ മനംമാറ്റമെല്ലാം ആരോഗ്യപൂർണമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം അങ്ങനെ അല്ല എന്നുള്ളതും പറയേണ്ടി വരുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യാനും പരിശ്രമിക്കേണ്ടവർ നമ്മളാണ്. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു കാലത്ത് വളർന്നു വന്ന അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ജാതീയത
ഇതൊക്കെ മാറ്റി ഒരു നവീന ക്ഷേത്രവിശ്വാസത്തിൻ്റെ സരണി വെട്ടി തുറക്കേണ്ടവരും കൂടിയാണ് നമ്മൾ. നിർഭാഗ്യവശാൽ ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടൻ്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടൻ്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. അവിടെയാണ് അപർണോത്സവത്തിൻ്റെ പ്രസക്തി. വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ഒരു പ്രതിഷ്ഠാ ദിന മഹോത്സവം നമുക്കും നടത്താം. ഈ വേദിയിലും കലാഭാസങ്ങളെ നടത്താം. എന്താണ് ഈ ആഭാസം എന്ന് പറഞ്ഞാൽ? ആഭാസം എന്ന വാക്കിൻ്റെ അർത്ഥം തോന്നൽ എന്നാണ്. അത് യാഥാർത്ഥ്യമല്ല. യഥാർത്ഥ കല എന്താണ്? യഥാർത്ഥ കല മനസ്സുകളെ വിമലീകരിക്കുന്നതാണ്. മനസ്സുകളെ വിമലീകരിക്കുന്നതാണ് യഥാർത്ഥ കല. മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് യഥാർത്ഥ കല. നമ്മളുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കലയുടെ കേന്ദ്രങ്ങളാണ്. അനേകം കലകൾ, എന്തിന് പാചകം പോലും നമുക്കൊരു കലയാണ്. സുപശാസ്ത്രം എന്നാ പറയുന്നത്. പാചകം ഒരു കലയുമാണ്, ശാസ്ത്രവുമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു, ഈ ക്ഷേത്രത്തിലെ പൂജ നടക്കുന്നത് പോലെ തന്നെ അടുക്കളയിൽ പണിയും നടക്കുന്നുണ്ട്. ഇവിടെ പ്രതിഷ്ഠിതയായിരിക്കുന്ന മൂർത്തി ആരാ? അന്നപൂർണയായ പാർവതിയാണ്. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച പാർവതി എന്നാണ്. ഇത് അന്നപൂർണയും കൂടെയാണ്. ഈ അന്നപൂർണയായ സാക്ഷാൽ ആദിമാതാവ്, ആദിപിതാവും ആദിമാതാവും ഉണ്ട് ഈ സനാതനധർമ്മത്തിൽ. ആദിപിതാവ് എന്ന് പറയുന്നത് സാക്ഷാൽ ശിവനാണെങ്കിൽ ആദിമാതാവ് പാർവതിയാണ്. അതുകൊണ്ടാണ് മാതാമേ പാർവതി ദേവി, എൻ്റെ അമ്മ ആരാണ്? പാർവതി ദേവിയാണ്. പിതാ ദേവോ മഹേശ്വര, എൻ്റെ അച്ഛൻ ആരാണ്? സാക്ഷാൽ ജഗത്പിതാവായ മഹേശ്വരനാണ്. എൻ്റെ ബന്ധുക്കളാരാണ്? ബന്ധവാ ശിവഭക്താശ്ച, സർവശിവഭക്തന്മാരും എൻ്റെ ബന്ധുക്കളാണ്. എൻ്റെ സ്വദേശം ഏതാണ്? സ്വദേശോ ഭുവനത്രയ. ഇത്രയും വിശാലമായ ഒരു മനോഭാവം ഉള്ളവനെയാണ് സനാതനധർമ്മി ഹിന്ദു എന്ന് നാം വിളിക്കുന്നത്. ആ ആദിമാതാവിൻ്റെ സന്നിധിയിൽ പാചകം പോലും ഒരു കലയാണ്. ഇന്ന് നമുക്ക് ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിൻ്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല. പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്.
ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ഈ മാംസം കഴിക്കുന്നവൻ, രാത്രിയിൽ ഉറങ്ങാതെ ഈ ആഹരിക്കുന്നവന്റെ സ്വഭാവം തമോമയ സ്വഭാവമായി മാറും. അതുകൊണ്ട് നമ്മുടെയൊക്കെ മക്കൾ വീട്ടിൽ നിന്നും രാത്രി ഭക്ഷണത്തിന് വേണ്ടി പുറത്തു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് അവൻ മടങ്ങി വരുന്ന സ്വബോധത്തോടു കൂടി പോലും ആയിരിക്കില്ല. കാരണം ഇന്ന് വ്യാപകമായ മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിൻ്റെ കാലം പോയി ഇപ്പം മയക്കുമരുന്നാണ്. പെൺകുട്ടികളടക്കം മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് സംസ്കാരം കൊടുക്കേണ്ട കേന്ദ്രമേതാണ്? അതാണ് ക്ഷേത്രം. അവിടെയാണ് അപർണോത്സവം പ്രസക്തമാകുന്നത്. ഭക്ഷണം എന്ന് പറയുമ്പോൾ അപർണ എന്ന് പറയുന്ന പാർവതി അന്നപൂർണേശ്വരിയും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. ആ അപർണോത്സവത്തിൽ 3000-ൽ പരം ഭക്ഷ്യവിഭവങ്ങൾ, സുഭശാസ്ത്രം, ഭാരതത്തിൻ്റെ സുഭശാസ്ത്രം, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമുക്ക്. സുകേശമുനി എന്ന് പറയുന്ന ഋഷിയാണ് അതിൻ്റെ ആചാര്യൻ. ഈ ബിരിയാണിയും ഷവർമയും മാത്രമല്ല, 3000-ൽ പരം പാചകവിധികളെ കുറിച്ച് പരാമർശിക്കുന്ന സുഭശാസ്ത്രത്തിൻ്റെ ആചാര്യനായ സുകേശമുനി ജനിച്ച നാടാണിത്. ഇന്നലെ ഇവിടെ ഒരത്ഭുതമുണ്ടായി. ഒരത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അമ്മയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ തന്ത്രി പടിത്തരം എഴുതി. സ്വാഭാവികമാണ്, തന്ത്രശാസ്ത്രമനുസരിച്ച് പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ പ്രതിഷ്ഠയ്ക്ക് വേണ്ട വിധിവിധാനങ്ങൾക്കാണ് പടിത്തരം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നേദ്യം വേണ്ടത്, എപ്പോഴാണ് ഉത്സവം നടത്തേണ്ടത്, അങ്ങനെ എല്ലാം എഴുതി വെക്കുന്നതാണ് പടിത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നേദ്യത്തെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ പായസം നിർബന്ധമല്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല. എന്താണേലും ഇന്നലെ ഇവിടെ ഒരു കുട്ടി പലരോടും പായസം ചോദിച്ചു നടന്നിരുന്നു, ഒരു പെൺകുട്ടി എന്ന് പറയുന്നു. അങ്ങനെ പായസം ചോദിച്ച് നടന്ന പെൺകുട്ടിക്ക് ആരോ അവസാനം പായസം കൊണ്ടുപോയി കൊടുത്തു എന്നും പിന്നീട് ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നുമാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് എന്ത് വേണം എന്ന് ഭംഗിയായി നമ്മളോട് പറഞ്ഞതാണ്. ഈ പായസം ഉണ്ടാക്കുന്ന തിടപ്പള്ളി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ അത് അടുക്കള, മഹാനസം എന്ന് സംസ്കൃതത്തിൽ പറയും. ആ അടുക്കള എന്ന് പറയുന്നത് യാഗശാലയാണ്. അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന നേദ്യം, ആ നേദ്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പൂജിച്ച് നമ്മൾ കഴിക്കുന്ന പ്രസാദം, ആ നേദ്യം, അത് പടച്ചോറാവട്ടെ, പായസമാകട്ടെ, ത്രിമധുരമാവട്ടെ, എന്തും ഔഷധ ഗുണമുള്ളതാണ്. അമ്മയുടെ പ്രസാദം അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസാദം, ആഹാരത്തെ നമ്മൾ പ്രസാദമായിട്ടാണ് കാണുന്നത്. ആഹാരം തരുന്ന അമ്മയെ അന്നപൂർണയായി കാണുന്നു. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. അന്നപൂർണയായ പാർവതിയുടെ ഒരു കയ്യില് തവിയാണ്, മറ്റേ കയ്യില് ആഹാര സാധനമാണ്. ഭക്തൻ അങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വയറ് നിറച്ച് ഭക്തന് അല്ലെങ്കിൽ മക്കൾക്ക് വിളമ്പി കൊടുക്കുന്ന ഒരു അമ്മയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ അമ്മയ്ക്ക് നിങ്ങൾ പായസം കൊടുക്കില്ല എന്ന് പറഞ്ഞാലോ? ആ അമ്മ നിങ്ങളോട് പറഞ്ഞു എനിക്കത് വേണം, അമ്മയ്ക്ക് കഴിക്കാനല്ല, എൻ്റെ മക്കൾക്ക് കഴിക്കാനാണ്. ഒരു മകളെ പറഞ്ഞു വിട്ടു അതിനു വേണ്ടിയിട്ട്. കൽവിഗ്രഹത്തിനോട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നിമിത്തങ്ങളിലൂടെയാണ് അമ്മ സംസാരിക്കുക. ഞാൻ എൻ്റെ നാട്ടിലെ ഒരു ദേവപ്രശ്നവേദി ഓർക്കുകയാണ്. ആ ദൈവജ്ഞന്മാർ വട്ടത്തിലിരുന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ വിഗ്രഹം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹമല്ല, ഇവിടുത്തെ വിഗ്രഹം നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പം കാരണവന്മാരെല്ലാം പറഞ്ഞു ഇല്ല, അങ്ങനെയല്ല. അപ്പോൾ ദൈവജ്ഞൻ പറഞ്ഞു ഞാനങ്ങനെയാണെങ്കിൽ രാശി മടക്കുകയാണ്. കാരണം ഈ രാശിയിൽ തെളിയുന്നത് ഈ വിഗ്രഹം ഇവിടുത്തെ അല്ല, ഈ വിഗ്രഹം പണ്ടേ നഷ്ടപ്പെട്ടു പോയ ഒരു വിഗ്രഹം, ഇവിടുത്തെ മൂലവിഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ രാശി മടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ കൂടിയിരുന്ന ഭക്തന്മാരെല്ലാം നിശബ്ദരായി.
ആ സമയത്ത് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം. അതെ, ഇത്രയേ ഉള്ളൂ, മതി എന്ന് ദൈവജ്ഞൻ പറഞ്ഞു. കുട്ടി പറഞ്ഞത് ഇതിനുള്ള മറുപടിയല്ല. കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്വന്തം കളിക്കൂട്ടുകാരനോട് ആ കുട്ടി പറഞ്ഞതാണ് അതെ എന്ന്. ആ നിശബ്ദതയിൽ അതെ എന്ന ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഈ വിഗ്രഹം പണ്ടേ നഷ്ടപ്പെട്ടു പോയതാണ് ഈ ക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമുള്ളവരൊക്കെ പറഞ്ഞു അങ്ങനെ അല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അവസാനം നിശബ്ദമായപ്പോൾ പിന്നിൽ നിന്നും പറഞ്ഞു അതെ. ആ പൃച്ഛ, ആ നിമിത്തം ആ ദേവപ്രശ്നത്തിന് വഴികാട്ടിയായി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അപർണ പാർവതി നമുക്ക് വഴികാട്ടുകയാണ്. ആ വഴികാട്ടുന്ന അമ്മ നമ്മളുടെ ക്ഷേത്രസങ്കേതത്തിൽ കലയും ആഹാരവിധാനം പോലും ഒരു കലയായി. അതാണ് ഞാൻ പറഞ്ഞ സുഭശാസ്ത്രം. 3000-ൽ പരം ഭക്ഷ്യവിഭവങ്ങൾ, അതിനെ നമ്മൾ നേദ്യമായിട്ടാണ് കണ്ടത്. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലെയും നേദ്യം എന്ന് പറയുന്നത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ മുക്കുടി നിവേദ്യം, വഴുതനങ്ങയാണ് അതിലെ പ്രധാന കൂട്ട് എന്ന് പറയുന്നത്. ആ മുക്കുടി നിവേദ്യം ഉദര സംബന്ധമായ രോഗത്തിനുള്ള മരുന്നാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് തരുന്ന ചന്ദനം, കുങ്കുമം, ഇതൊക്കെ തീർത്ഥം, ഇതെല്ലാം വെറും പ്രസാദം മാത്രമല്ല, അത് മരുന്നാണ്. നമ്മുടെ ശരീരഭാഗങ്ങളിൽ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലാണ് നമ്മളത് തൊടുന്നത്. നമ്മളുടെ നാഡീഞരമ്പുകളിൽ, ശരീരത്തിലൂടെ കടന്നു പോകുന്ന നാഡീഞരമ്പുകളിൽ നിരന്തരം വൈദ്യുതി പ്രവാഹം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു പവർ സ്റ്റേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്ഥൂല ശരീരം മാത്രമല്ല ഉള്ളത്, ഈ മാംസ ശരീരം മാത്രമല്ല ഉള്ളത്, അതിനുള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. ആ സൂക്ഷ്മ ശരീരത്തിന് ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ബോഡി എന്നാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ബോഡി, ഒരു കാന്തിക മണ്ഡലമുണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനോട് ചുറ്റി. അതിന് ഓറ എന്നും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഈ ഫ്ലഷി ബോഡിയിൽ, മാംസ ശരീരത്തിൽ അതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഓറയുണ്ട്. അത് ഈ നാഡീ ഞരമ്പുകളിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്ന ഒരു ബോഡിയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ബോഡിയാണ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക് ബോഡിയിലാണ് സത്യത്തിൽ നമ്മുടെ മനസ്സൊക്കെ വ്യാപരിക്കുന്നത്. നമുക്കെന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വന്നിരുന്ന് നാമം ജപിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നത്? ആ ക്ഷേത്രത്തിലെ ഉചിതമായ മന്ത്രങ്ങളാണ് ജപിക്കുന്നത് എങ്കിൽ, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളാണ് ജപിക്കുന്നതെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ഫ്രീക്വൻസി ആ മണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെടും, ഒരു തരംഗദൈർഘ്യം അവിടെ ഉണ്ടാകും. ആ കൃത്യമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഫ്രീക്വൻസിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ അവിടെ പ്രതിഷ്ഠ കൊള്ളുന്ന മൂർത്തിയുടെ സ്പന്ദന വിശേഷങ്ങൾ നമ്മുടെ ശരീരത്തിലും സമാനമായി സ്പന്ദിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് നിയതമായ ആചാര അനുഷ്ഠാന പദ്ധതികൾ ക്ഷേത്രത്തിൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ആ ആചാര അനുഷ്ഠാന പദ്ധതികൾ അനുസരിച്ച് അതിൽ മന്ത്രജപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ ശരീരത്തിനെയും ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ സ്വാധീനിക്കുന്നു. അവിടെ അതിനുതകുന്ന കലാപരിപാടിയെ നടക്കാവുള്ളൂ. അപർണോത്സവം, ശരിക്കും പാർവതി എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ഓം ആപശാന്തി, പൃഥ്വിശാന്തി, അന്തരീക്ഷം ശാന്തി, വനസ്പതയ ശാന്തി, ഓഷധേ ശാന്തി. നമ്മൾ കേവലം മനുഷ്യർക്ക് മാത്രമല്ല ശാന്തി പ്രാർത്ഥിച്ചത്. നമ്മുടെ പൂർവ്വസൂരികൾ, നമ്മുടെ പൂർവികാചാര്യന്മാർ ഈ പ്രകൃതിക്ക് മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ. ആ പ്രകൃതി അമ്മയാണ്. നമ്മളുടെ പ്രാചീനമായ ആരാധനാ കേന്ദ്രങ്ങളെ നമ്മൾ കാവെന്നാണ് വിളിച്ചത്. അതുകൊണ്ട് ഈ പാർവതിയുടെ, അപർണയുടെ ഈ കേന്ദ്രത്തെ നമുക്ക് കാവാക്കി മാറ്റണം. ഞാൻ ഇവിടെ വന്ന അന്നേ പറഞ്ഞതാണ്, ഈ ക്ഷേത്ര പരിസരത്ത് മുഴുവൻ നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, ഔഷധ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഇവിടെ ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള പാടശേഖരങ്ങൾ മുഴുവൻ യാതൊരു സംശയവും വേണ്ട ഒരിക്കൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ ക്ഷേത്രത്തിലെ നേദ്യത്തിനുള്ള അരി നാളെ ആ പാടശേഖരത്തിൽ നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ കഴിയണം. എനിക്കറിയില്ല അതിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന്. അങ്ങനെ അല്ല എങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. ഒരു കണ്ടമെങ്കിലും വാങ്ങിച്ച്, ഇപ്പോൾ ശ്രീപത്മനാഭൻ്റെ തിരുവനന്തപുരത്തെ 18 അടി നീളത്തിൽ
3 വാതിലിലൂടെ നാം കാണുന്ന 12,008 സാളഗ്രാമങ്ങൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ആ കടുശർക്കര യോഗ വിധാനത്തിലുള്ള ശ്രീ പത്മനാഭന്റെ മുന്നിലെ പുത്തരിക്കണ്ടം മൈതാനം ഇന്ന് സർക്കാരിൻ്റെയാ. ശ്രീ പത്മനാഭന്റെ നേദ്യ നെല്ലുണ്ടാക്കാനുള്ള പാഠമായിരുന്നു. നമ്മൾ തിരുവാന്താംകുന്നിൽ അമ്മയുടെ മുന്നിലേക്ക് ചെന്നാൽ അവിടെ ഒരു സവിശേഷമായ ചടങ്ങുണ്ട്. കർക്കിടകത്തില് അവിടെ ഭഗവതി കണ്ടമുണ്ട്. നോക്കൂ, നമ്മുടെ ക്ഷേത്രവും ആഹാരം മാത്രമല്ല, ആഹാരത്തിനുള്ള അന്നമുണ്ടാക്കുന്ന ക്ഷേത്രം ഭഗവതിയുടേതാണ്. ഭഗവതി കണ്ടമുണ്ട്. ആ ഭഗവതി കണ്ടത്തിൽ ഞാറു നടുന്നത് പുലയ വിഭാഗത്തിലുള്ളവരാണ്. പുലയ വിഭാഗത്തിലുള്ളവര് വ്രതമെടുത്ത് ഇന്നും ആ ക്ഷേത്രത്തില്, ആ ഭഗവതിക്കാവിൻ്റെ മുന്നിലുള്ള കണ്ടത്തില് ഞാറ് നടുന്നത് വ്രതമെടുത്ത് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയാണ്. ആരാണ് ഈ പുലയൻ എന്ന് പറഞ്ഞാൽ? ഒരു കാലത്ത് നമ്മൾ പറഞ്ഞു താഴ്ന്ന ജാതിക്കാർ. അങ്ങനെയല്ല. പുലയൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുമോ? പുലമാളുന്നവൻ എന്നാണ് അർത്ഥം. പുലം എന്താണ്? പുലമെന്നാൽ കൃഷിസ്ഥലമെന്നാണ്. പുലമെന്നാൽ കൃഷിസ്ഥലമെന്നാണ്. കൃഷിസ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്നവനാണ് പുലയൻ. ഈ ഹിന്ദു സമൂഹത്തിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ ഭൂമിയുടെ ഉടമസ്ഥനായിരുന്ന പുലയനെ നമ്മൾ കുടികിടപ്പുകാരനാക്കി മാറ്റി. നമ്മുടെ ജാതിബോധം അതാദ്യം മാറണം. പുലയ രാജാക്കന്മാരിവിടെ ഉണ്ടായിരുന്നു. പുലയനാർ കോട്ടയുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് പുലയനാർ കോട്ട എന്നാണ്. ഈ ഹിന്ദു സനാതന ധർമ്മത്തിൽ ഒരു ജാതിയും താഴ്ന്നതായിരുന്നില്ല. വിശ്വകർമ്മജൻ, ഈ വിഗ്രഹം പണിതവൻ്റെ പേര് വിശ്വകർമ്മജൻ എന്നാണ്. ഇത് തമിഴ്നാട്ടിലെ ഒരു വലിയ ശില്പിയാണ് പണിത്. എനിക്ക് നേരിട്ട് പരിചയമുള്ള ശില്പിയാണ്. അയാളെ കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് നിരവധി വിഗ്രഹങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. അതിമനോഹരമായി വിഗ്രഹങ്ങൾ ചെയ്യുന്നയാളാണ്. അവൻ്റെ പേര് വിശ്വകർമാവെന്നാണ്. വിശ്വകർമ്മജൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ അവതാരമാണ്. ഏത് ജാതിയാണ് താന്നത്? നമുക്ക് ഈ ജാതിബോധത്തിൽ മേലാളനും കീഴാളനും ഉണ്ടായപ്പോഴാണ് നമ്മൾ അധപ്പതിച്ചത്. അതുകൊണ്ട് അപർണോത്സവം ജാത്യതീതമായ ആഘോഷമാകണം. ഈ ഗ്രാമത്തിലെ കർഷകരെ ആദരിക്കുന്ന ഉത്സവമാകണം. ഈ ഗ്രാമത്തിൽ വർഷത്തിലൊരിക്കൽ ഏറ്റവും വലിയ മരച്ചീനി ഉൽപ്പാദിപ്പിച്ച കർഷകനെ ഇവിടെ ആദരിക്കണം. ഈ വർഷത്തിലൊരിക്കൽ ഈ പ്രദേശത്ത് ഏറ്റവും വലിയ കാച്ചിൽ ഉൽപ്പാദിപ്പിച്ച ആളിനെ, കിഴങ്ങ് ഉൽപ്പാദിപ്പിച്ച ആളിനെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കണം. കർഷകനെ ആദരിക്കണം. കർഷകൻ എന്ന് പറയുന്നത് നമ്മളുടെ അന്നദാതാവാണ്. ഇതാ കേരളത്തിൽ കൃഷി മുച്ചൂടും മുടിഞ്ഞിരിക്കുകയാണ്. ഫ്ലാറ്റ് സംസ്കാരം വന്നിരിക്കുകയാണ്. കാവുകളെല്ലാം കോൺക്രീറ്റ് കുടീരങ്ങളായി മാറുകയാണ്. നമുക്ക് കാവുകളെ ഉണ്ടായിരുന്നുള്ളൂ. കാവുകളെ മുഴുവൻ നമ്മൾ കോൺക്രീറ്റ് കൂടാരങ്ങളാക്കി മാറ്റി. അതുകൊണ്ട് കാവുകൾ നമുക്ക് വീണ്ടും കാവുകളെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയണം. നമ്മളുടെ അമ്പലപ്പറമ്പുകൾ മുഴുവൻ ഫലവൃക്ഷങ്ങൾ കൊണ്ട്, ഔഷധ സസ്യങ്ങൾ കൊണ്ട് സമ്പന്നമാവണം. അങ്ങനെ ഒരു വീണ്ടെടുപ്പിൻ്റെ ഉത്സവമാവണം. നമ്മുടെ ക്ഷേത്രകലകൾ നോക്കൂ. വാസ്തുകല മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ വിഗ്രഹങ്ങളുടെ വിധാനം തന്നെ നോക്കൂ. ശിലാമയി, ദാരുമയി, ലോഹമയി, ലേഖ്യം, മൃണ്മയി, ഏതെല്ലാം വിധാനങ്ങളിൽ വിഗ്രഹങ്ങളുണ്ട്. ശില കൊണ്ടുണ്ടാക്കാം വിഗ്രഹം, ലോഹം കൊണ്ടുണ്ടാക്കാം വിഗ്രഹം, മണ്ണ് കൊണ്ടുണ്ടാക്കാം. അതാണ് മൃണ്മയി എന്ന് പറഞ്ഞത്. ലേഖ്യം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം വരച്ചു വച്ചാൽ അത് വിഗ്രഹത്തിൻ്റെ തത്തുല്യമാണ്. ഈ ക്ഷേത്ര സങ്കേതത്തിലെ വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ചൈതന്യത്തെ കുടിയിരുത്തുകയാണ്. ഇതിൻ്റെ ധ്യാനം പാർവതിയുടെ ധ്യാനമാണെന്നാണ് മനസ്സിലാവുന്നത്. ആ പാർവതിയുടെ ധ്യാനമനുസരിച്ചുള്ള ഒരു ചിത്രം രൂപപ്പെടണം. ആ ചിത്രം ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ഉണ്ടാവണം. ഇന്ന് അതിമനോഹരമായ, ആത്മനിർഭരമായ, ആത്മീയഭരിതമായ ഈ സങ്കേതത്തിൽ വന്നപ്പോൾ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. സ്വീകരിക്കാം, തള്ളിക്കളയാം. ഒന്ന്, എല്ലാം കൊണ്ടും സമ്പൂർണമായി മനോഹരമായി നിങ്ങൾ ക്ഷേത്രം പണിതു, പ്രതിഷ്ഠിച്ചു. അമ്മയ്ക്കൊരു പ്രഭാമണ്ഡലത്തിൻ്റെ കുറവുണ്ട്. ആ പ്രഭാമണ്ഡലം ഇന്ന് തന്നെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും
ഞാനത് ചെയ്യും എന്നേറ്റിട്ടേ ഇവിടുന്ന് പോകാവൂ. എത്രയോ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബം, എൻ്റെ സ്ഥാപനം, അല്ലെങ്കിൽ ഞാൻ ആ പ്രഭാമണ്ഡലം സമർപ്പിക്കുന്നു എന്ന് നിശ്ചയം ചെയ്തിട്ടേ പോകാവൂ. 2, അമ്മയുടെ വാഹനം ആ നമസ്കാര മണ്ഡപത്തിൽ ഇല്ല. അതൊരു പക്ഷേ സംഘാടകർ മറന്നുപോയതാണോ എന്നെനിക്കറിയില്ല. അത് ശിലാമയിയായ അമ്മയുടെ വാഹനം സിംഹാരൂഢയാണ്. അത് പാർവതിയാണെങ്കിലും ദുർഗയാണെങ്കിലും ആ ശിലാമയിയായ വിഗ്രഹത്തിൻ്റെയും കുറവ് അവിടെ കണ്ടു. അതുപോലെ സ്ത്രീലകത്ത് വേണ്ടത്ര വിളക്കുകൾ കണ്ടില്ല. അത് എത്ര വേണമെങ്കിലും നമുക്ക് സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ 2-3 കാര്യങ്ങളുടെ ചെറിയ കുറവ് ഇവിടെ കണ്ടു. അതിലൊരു കുറവ്, അമ്മയ്ക്ക് നേദ്യം കൊടുക്കാനുള്ള പാടം അടുത്ത വർഷമേലും ആകുമ്പോൾ സ്വന്തമായിട്ട് നമുക്കുണ്ടാവണം, അവിടെ കൃഷി നടക്കണം എന്നുള്ളതാണ്. ഇപ്പം നാട്ടിലെ കർഷകനെ ആദരിക്കുന്ന ഒരു സങ്കേതമായി മാറണം ഈ അപർണോത്സവം. ഇവിടെ ക്ഷേത്രകലകളായിരിക്കണം അരങ്ങേറേണ്ടത്. സോപാന സംഗീതം അവിടെ കൊട്ടിപ്പാടുമ്പോൾ വേടൻ്റെ പേക്കൂത്തുകളല്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. രാഗബദ്ധമായി നമ്മുടെ മനസ്സിനെ താളബദ്ധമായി നമ്മളെ ശാന്തമാക്കുകയാണ്. നാഡീ ഞരമ്പുകളെ വലിച്ചു മുറുക്കി പൊട്ടിച്ച് നമ്മുടെ മനസ്സിനെ ഭ്രാന്തിലേക്ക് നയിക്കുന്നതല്ല സംഗീതം. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതാണ് ഭാരതീയ സംഗീതം. ഓരോ രാഗവും നമ്മളുടെ മനസ്സിനെ സ്പർശിക്കുന്നതാണ്. രാഗബദ്ധമാണ് നമ്മുടെ സംഗീതം. അല്ലാതെ മനസ്സിനെ കലുഷിതമാക്കുന്നതല്ല നമ്മുടെ താളങ്ങൾ, സംഗീതങ്ങൾ. അവിടെ ചിത്രകലയുണ്ട്, ശില്പകലയുണ്ട്, ആഹാരം പോലും ഇവിടെ കലയാണ്. ആ രീതിയിലെ കലയെയും സാഹിത്യത്തെയും എല്ലാം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, നമ്മളുടെ മനസ്സുകളെ സംസ്കരിക്കുന്ന, വിമലീകരിക്കുന്ന കേന്ദ്രമായി ഈ പുണ്യസങ്കേതം മാറണം. അതിന് ഇനിയുള്ള കാലത്ത് അപർണോത്സവം നമുക്ക് പ്രചോദനവും പ്രേരണയുമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.